എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മളുടെ കുഞ്ഞ് എന്നുള്ളത്. അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. ഏതായാലും ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്നുകൂടി ഒന്ന് പൊടിതട്ടിയെടുക്കണം എന്നൊക്കെ പറയുക. അന്നേരം നയന പറയും, അയ്യോ ഈ സമയത്ത് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കില്ലേ, അങ്ങനെയൊന്നും പറയരുത് എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം, ഞാൻ ശബരിമല ചെന്നിട്ടും അയ്യപ്പനോട് ഈ ആഗ്രഹം പറഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് നയനോട് ചോദിക്കുന്നുണ്ട്, നീ ഫുഡ് കഴിച്ചില്ലല്ലോ, കുറച്ച് തരട്ടെ എന്ന് ചോദിച്ച് വായ വെച്ച് കൊടുക്കാൻ തുടങ്ങുക. അന്നേരം നയന, ഈ സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം കഴിയട്ടെ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നിനക്കും ചെറിയ വിളർച്ചയുണ്ട് കേട്ടോ, അമ്മയെ പോലെ തന്നെ. അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി കൊടുക്കുക മാത്രമല്ല നീയും കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുവാണ്. അന്നേരം നയനയ്ക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമികയ്ക്കും രേവതിക്കും ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, നവിയുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയണം. അത് കഴിഞ്ഞ് നവ്യ വിഷമിച്ച് ഇരിക്കുന്നത് കാണണം. അതിനു വേണ്ടിയാണ് അന്നേരം ഇങ്ങനെ ആറ്റുനോറ്റിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്, വൈകിട്ടൊന്ന് ആയി കിട്ടാൻ വേണ്ടി. രേവതി പറയുന്നുണ്ട്, ഏതായാലും വൈകിട്ടാകട്ടെ അവളുടെ എല്ലാ ആഗ്രഹവും തീർത്ത് അവൾ ഇവിടെ കിടന്ന് മരണവെപ്രാളത്തോടെ ഓടുന്നത് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും വേണു ഫോൺ വിളിക്കുന്നു. എന്നിട്ട് എന്തായി അവിടെ എന്ന് ചോദിക്കും. അന്നേരം രേവതി പറയുന്നുണ്ട്, അതിന് വൈകിട്ടാകണ്ടേ, വൈകിട്ടല്ലേ അവൾക്ക് പാല് കൊടുക്കുകയുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, അവൾ കഴിഞ്ഞ ദിവസം കളിച്ചത് നമ്മളോടാ, അതിന് അവൾ നന്നായിട്ട് തിരിച്ച് അനുഭവിക്കണം. ഏതായാലും ഇടയ്ക്ക് ഞാൻ വിളിക്കാം, വിശേഷങ്ങളൊക്കെ അന്നേരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞ് രേവതി പറയുന്നുണ്ട്, ഏതായാലും അച്ഛൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് പോലീസ് കേസൊന്നും ആകില്ലായിരിക്കും അല്ലേ മോളെ. ഈ അനന്തപുരിക്കാരെക്കുറിച്ച് പുറത്തുള്ളവർക്ക് നല്ല മതിപ്പാണ്. അതുകൊണ്ട് വീട്ടിനുള്ളിൽ നടക്കുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ പുറത്ത് പറയാൻ സാധ്യതയില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അന്ന് മാല മോഷ്ടിച്ചപ്പോഴും കേസ് കൊടുത്തതാണ്, അത് ആദർശേട്ടനെ ഇടപെട്ടാണ് വേണ്ടെന്ന് വെപ്പിച്ചത്. ഏതായാലും ഇതിൻ്റെ അകത്ത് അങ്ങനെ കേസൊന്നും വരാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം രേവതി പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഈ വീട്ടിലുണ്ടായിക്കൊണ്ടേയിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഭാഗം വെക്കുന്നതിനെ പറ്റി ആ കിളവൻ ചിന്തിക്കുകയുള്ളൂ എന്ന് പറയും. അന്നേരം അനാമിക, എന്ത് ഭാഗം വെച്ചാലും ജ്വല്ലറികളൊക്കെ ആദർശനല്ലേ കൊടുക്കുന്നത്, എനിക്ക് കിട്ടിയല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടമായി എന്ന് പറയും. രേവതി പറയുന്നുണ്ട്, അതിലൊന്നും നീ സങ്കടപ്പെടേണ്ട, എങ്ങനെ പോയാലും എനിക്ക് കോടികൾ കിട്ടും. പിന്നെ മേൽനോട്ടം മാത്രമല്ലേ ആദർശിന് കൊടുക്കുകയുള്ളൂ, ഉടമസ്ഥാവകാശം നിങ്ങൾക്ക്, ഷെയർ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ഇതിനുള്ള കാര്യങ്ങൾ നീ ചെയ്യുകയും കൂടി ചെയ്യണം, അനിയെ നീ സ്നേഹിക്കണം എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഏതായാലും അവൻ മാലിട്ടേക്കുമല്ലേ ഈ സമയത്ത് സ്നേഹിക്കാനൊന്നും പോകണ്ട, ഇത് കഴിഞ്ഞ് നോക്കാം. പിന്നെ ഇപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മുന്നോട്ടുള്ള വഴി ക്ലിയർ ആക്കി വെക്കണം, അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് രണ്ടുപേരും. പിന്നീട് കാണിക്കുന്നത് നവിയും അഭിയാണ്. രണ്ടുപേരുടെ ഒരു ചെറിയ ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, ഇത് മാത്രം മതിയോ, നിനക്ക് വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഒന്നും വേണ്ട, ഇന്ന് അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമല്ലേ കഴിച്ചത്, അതുകൊണ്ട് വയറ് നിറച്ച് കഴിച്ചു, ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല എന്തെങ്കിലും എന്തെങ്കിലും കൂടെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമിന് ഓർഡർ ചെയ്യുവാണ്. എന്നിട്ട് അഭി പറയും, നമുക്കത് ഷെയർ ചെയ്ത് കഴിക്കാം എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇങ്ങനെ ജീവിതവും ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, വളരെ സുന്ദരമായിട്ട് ജീവിതം കടന്നു പോകും എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ വഴക്ക് കൂടി കുറേ കാലങ്ങൾ കഴിഞ്ഞു പോയില്ലേ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറയും. അന്നേരം നവ്യ പറയും, അതൊന്നും സാരമില്ല, ഏതായാലും ഇപ്പം എനിക്ക് ചെറിയ വിശ്വാസമൊക്കെ വന്നുണ്ട് നിൻ്റെ സ്നേഹത്തിൽ, എന്നേക്കാൾ ഏറെ സന്തോഷിച്ചത് എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെയാണ് എന്നൊക്കെ പറയും. അന്നേരവും അഭിയോഗിക്കുന്നുണ്ട്, എന്നാലും പൂർണ്ണമായിട്ട് നിനക്ക് വിശ്വാസമായില്ല അല്ലേ, എന്തൊക്കെ സംഭവിച്ചാലും ഇനി നിന്നെ സ്നേഹിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം, നീയും നിൻ്റെ കുഞ്ഞുമായിരിക്കും ഇനി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ട് വ്യക്തികൾ. അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കും, സ്നേഹമാണെങ്കിലും പണമാണെങ്കിലും, അങ്ങനെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര സന്തോഷം വരുവാണ് നവിക്ക്. നവ്യ സന്തോഷത്തോടെ ആ ജ്യൂസ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് അവർ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അഭി മനസ്സിലോർക്കുന്നുണ്ട്, നീ നോക്കിക്കൂടി, നിൻ്റെ കുഞ്ഞും പുറത്തേക്ക് വരികയില്ല, നീയും നമ്മുടെ അനന്തപുരിയിൽ കാണിയില്ല, നീ നിൻ്റെ വീട്ടിൽ തന്നെ നിന്നെ തിരിച്ചെത്തിക്കും എന്നൊക്കെ അഭി മനസ്സിലോർക്കുന്നുമുണ്ട്. വൈകിട്ടായിട്ടും അഭിയും നവിയും തിരിച്ചു വരാത്തതിൻ്റെ ടെൻഷനിലാണ് അനാമിക. കാരണം വൈകിട്ട് പാലിൻ്റെ അകത്ത് ഇതെല്ലാം കലക്കി കൊടുക്കണമല്ലോ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം രേവതി വരും. അന്നേരം ഇത്രയും സമയമായിട്ട് വന്നില്ലല്ലോ അമ്മ അവൾ എന്ന് നോക്കുമ്പോൾ, ഞാനും അതാ മോളെ ചിന്തിക്കുന്നതെന്ന് രേവതി പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അഭിയും നവ്യയും കൂടെ വരും. അപ്പം നവ്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് അഭിയോട് പറയുന്നുണ്ട്, രണ്ടെണ്ണം ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്, എന്തോ വഴക്കിനുള്ള പ്ലാനാണെന്ന് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. എന്നിട്ട് രണ്ടുപേരുടെ കയറി വരുമ്പോഴത്തേക്കും, ഓ ഇത്രയും നേരം എവിടെയായിരുന്നു രണ്ടുപേരും, വീട്ടിലൊക്കെ പോയോ
നിങ്ങൾ എന്ന് ചോദിക്കും അനാമിക. അന്നേരം വീട്ടിൽ മാത്രമല്ല ഞങ്ങൾ പുറത്ത് പോയി ജ്യൂസ് കഴിച്ചു, അതുപോലെ ഒരു സിനിമ കണ്ടു, അങ്ങനെ പലതും കഴിഞ്ഞിട്ടാണ് വരുന്നത്, എന്താ എന്ന് ചോദിക്കും. അന്നേരം രേവതി ചോദിക്കുക ഈ സ്നേഹമൊക്കെ എന്നും കാണുമോ എന്ന്. അന്നേരം ദേഷ്യം വന്നിട്ട് നവ്യ ചോദിക്കുകയാണ് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, എൻ്റെ അമ്മ വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പരാതിയായിരുന്നല്ലോ, ഇപ്പം നിങ്ങളുടെ ഭർത്താവ് അവിടെ തന്നെയല്ലേ ഉള്ളൂ, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, അത്യാവശ്യത്തിന് മനസ്സിൽ വിഷമുള്ള മകളുടെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തിവെക്കാനാണോ എന്നൊക്കെ ചോദിക്കും. അന്തെങ്കിലും രേവതിക്ക് ഒന്നും പറയാനില്ലാത്ത പോലെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. എന്തെങ്കിലും അഭി മനസ്സിലോർക്കുക, ഓ ഇന്നത്തോടു കൂടി ഇവളുടെ വയറ്റിലെ കുഞ്ഞിനെ തീർത്തിട്ട് അവരങ്ങ് പൊയ്ക്കോളും എന്നിങ്ങനെ മനസ്സിലോർക്കുക. എന്നിട്ട് ഇങ്ങനെ വില കുറഞ്ഞ സംസാരമൊന്നും വേണ്ട നവ്യ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നവ്യ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവാണ്. അന്നേരം ഇത് ഇത്രയും പറഞ്ഞിട്ടല്ലേ പോയാൽ അതിൻ്റെ സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ട് അനാമികയ്ക്ക്. അന്നേരം അനാമിക ഇവളുടെ നെക്ലിപ്പ് ഇന്ന് വൈകിട്ടോട് കൂടി തീർത്തോളാം എന്നിങ്ങനെ മനസ്സിലോർക്കുക. പിന്നീട് അനിയെ കാണിക്കുന്നുണ്ട്. അനിക്ക് ഇപ്പോഴും നന്ദുവിനെ മറക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോണിൽ ഇടയ്ക്ക് നന്ദുവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് അനാമിക റൂമിലേക്ക് വന്നെ. അന്നേരം അനാമിക ചോദിക്കും എന്നതാടാ നീ ഫോണിൽ കാണുന്നത്, അവളുടെ ഫോട്ടോ ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കും. അന്തേക്കും അനി അത് പയ്യങ്ങ് മാറ്റും. എന്നിട്ട് ചോദിക്കും ആണെങ്കിൽ തന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ഓ അവളെ കാണുമ്പോൾ നിൻ്റെ മനസ്സിലേക്ക് തണുപ്പ് എരച്ച് കയറുമായിരിക്കും, എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട് ഇത് വൃശ്ചിക മാസമാണ്, മനസ്സിലോട്ട് തണുപ്പ് വരാൻ പ്രത്യേകിച്ച് ആരും കാണണമെന്നൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട് കണ്ടോ ആ അഭിയേട്ടൻ പോലും അവളെ സ്നേഹിച്ചു തുടങ്ങി, അവളെ കൊണ്ട് പുറത്തു പോകും സിനിമയ്ക്ക് പോകും ഒക്കെ ചെയ്തു, നിനക്ക് മാത്രമല്ലേ എന്നെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ പോലും തോന്നാത്തത് എന്ന് ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ തോന്നണമെങ്കിൽ നിൻ്റെ സ്വഭാവം അങ്ങനെയായിരിക്കണം, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം അനാമിക പറയാം എന്ത് ചെയ്യാം എൻ്റെ ഗതികേട്, ഞാൻ കെട്ടിയത് ഇതുപോലൊരു പാഴായി പോയല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അനി പറയുന്നുണ്ട് അതിന് നിന്നോട് ആരും പറഞ്ഞില്ലല്ലോ ഇവിടെ നിൽക്കാനേ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിലോട്ട് പോയിക്കോണം, ഞാൻ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത്, എന്തിനാ അന്നേ അത് സഹിക്കാൻ പോയത്, അതിൻ്റെ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇനി തിരിച്ചു ചെന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും എല്ലാം ചോദ്യത്തിന് മറുപടി പറയണം, പിന്നെ 125 പവനും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്, അപ്പം ഞാൻ അതൊന്നും സഹിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അനി പറയുന്നുണ്ട് അങ്ങനെ നീ ഇവിടെ കഴിയുന്ന അത്രയും കാലം എനിക്കാണ് ശ്വാസം മുട്ടൽ, എൻ്റെ ജീവിതമാണ് നശിച്ചു പോയത് എന്ന് പറയും. അന്നേരം അനാമികയും തിരിച്ചു പറയും. അനി പറയുന്നുണ്ട് എൻ്റെ പൊന്ന് അനാമിക വഴക്കുണ്ടാകാതെ നീ പോകുന്നതാണ് നല്ലത്, നീ ഒരു പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയേനെ എന്ന് പറയും. അന്നേരം അനാമിക പറയാം നീ ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കും ഇതുപോലെയൊക്കെ തോന്നുന്നുണ്ട്, ഞാനും അങ്ങ് ക്ഷമിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നിട്ട് തുള്ളിച്ചാടി പുറത്തേക്ക് പോവാണ്. സഹി കെട്ടി നിൽക്കുവാണ് അനി. ഏതായാലും ഇതിനിടയ്ക്ക് അഭി ഭയങ്കര സന്തോഷത്തോടെ വന്നുകൊണ്ട് ജലജയുടെ അടുത്തോട്ട് എന്നിട്ട് പറയും അമ്മ ഇന്ന് അവൾ നല്ല രീതിയിൽ സന്തോഷിച്ചു, അവൾ മാത്രമല്ല അവളുടെ വീട്ടുകാരും എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട് ആ അനിയത്തി ഭർത്താവിനെ വശത്താക്കി വെച്ചേക്കുക, അതുപോലെ തന്നെ ചേച്ചിയും ഭർത്താവിനെ വശത്താക്കിയെന്നായിരിക്കും വീട്ടുകാരുടെ വിചാരം, ഇത്രയും നാളെ നീ ഇടഞ്ഞു നിൽക്കുമല്ലായിരുന്നോ, അതിൻ്റെ സന്തോഷമായിരിക്കും എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട് ഇന്ന് വൈകിട്ടത്തോടു കൂടി അവളുടെ കുഞ്ഞൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, പിന്നെ എനിക്കൊരു സംശയം അതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ സംശയിക്കുമെന്ന്. അന്നേരം ജലജ പറയും അങ്ങനെയൊന്നും ഉണ്ടാകില്ല, അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നാൽ തന്നെ യഥാർത്ഥ പ്രതിയെ നമ്മളങ്ങ് കാട്ടിക്കൊടുക്കും, അന്നേരം നമുക്ക് രണ്ടാണ് ഗുണം, നവ്യയുടെ വയറ്റിലെ കുഞ്ഞും പോയി കിട്ടും, അനാമിക വന്ന പോലെ തന്നെ തിരിച്ചു പോകും, ഇനിയിപ്പോൾ അതും സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങളിലെ മൊത്തം ഉത്തരവാദിത്വം നയനയുടെ തലയിലേക്ക് എടുത്തിടും, അന്നേരവും ഗുണം നമുക്കാണ് എന്ന് പറയും. അന്നേരം അഭിക്ക് ഭയങ്കര സന്തോഷം. അഭി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ അവളെ ഒന്നുകൂടി ഒന്ന് പോയി നന്നായിട്ട് സ്നേഹിക്കട്ടെ, അനി ഒട്ടും സംശയം തോന്നരുതല്ലോ എന്ന് പറഞ്ഞാൽ അഭി അങ്ങോട്ട് പോകുന്നു. ഇന്നത്തോടു കൂടി നവ്യയുടെ വയറ്റിലെ കുഞ്ഞു പോകും എന്ന സന്തോഷത്തോടെ നിൽക്കുവാണ് ജലജ. പിന്നെ കാണിക്കുന്നത് വൈകിട്ട് നയന പാലിങ്ങനെ തിളപ്പിച്ചെടുത്ത് വെക്കുവാണ്, അത് ആറാൻ വേണ്ടി വെച്ചിട്ട് നയന അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അന്തേക്കും നവ്യ അങ്ങോട്ട് കയറി വരും, എന്നിട്ട് ആരും കാണാതെ ആ വിഷം ആ പാലിൻ്റെ അകത്ത് കലക്കും. എന്നിട്ട് അന്നേരം ഓർക്കുന്നുണ്ട് ഈശ്വര അച്ഛൻ പറഞ്ഞേക്കാൾ ഡോസ് കൂടിപ്പോയെന്നാലോ തോന്നേ എന്നിങ്ങനെ മനസ്സിലോർക്കുക. എന്നിട്ട് ഓ ചത്തൊന്നും പോയില്ലല്ലോ, കുറച്ച് കാലം കിടക്കുന്നേ ഉള്ളൂ, സാരമില്ല എന്നിങ്ങനെ മനസ്സിലോർത്ത് അതങ്ങനെ ചെയ്തു വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടും ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക കേട്ടോ. അന്നേരം രേവതി വന്നിട്ട് ചോദിക്കും മോളെ സക്സസ് ആയോ എന്ന് ചോദിക്കുമ്പോൾ സക്സസ് ആയി, ഇനി അതിൻ്റെ ചൂടാറുമ്പോൾ അവളൊന്ന് കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയും. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും വേണു പിന്നെയും വിളിക്കും. എന്നിട്ട് എന്തായി മോളെ പാൽ അവൾ കുടിച്ചോ എന്ന് ചോദിക്കും. അന്നേരം അച്ഛാ നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി അതൊന്ന് ആറി കഴിയുമ്പോഴേ അവൾക്ക് എടുത്തുകൊണ്ട് കൊടുക്കുകയുള്ളൂ നയന, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രസവ വേദനയേക്കാൾ വലിയ വേദനയായിരിക്കും അവൾ അനുഭവിക്കാൻ പോകുന്നത്, അതുപോലെ
മരണവെപ്രാളം എടുക്കും, കുറേ നാളത്തേക്ക് അവൾ തളർന്ന് കിടന്നോളും. അങ്ങനെയാണ് വൈദ്യൻ എന്നോട് പറഞ്ഞത്. ഏതായാലും എന്നോട് കളിച്ചതിന് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പോവാണ്. ആ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ ഇപ്പോൾ വെക്കുക, വിശേഷം അറിയിച്ചാൽ മതി എന്നും പറയും. ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഏതായാലും നല്ല സന്തോഷത്തിലല്ലേ, അത്രത്തോളം സങ്കടം തോന്നി കഴിഞ്ഞ ദിവസം അച്ഛന്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരത പെട്ടെന്ന് ചെയ്യേണ്ടി വന്നത് എന്ന് പറയും. അന്നേരത്തേക്കും അനാമിക, എന്ത് ക്രൂരത, അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ടല്ലേ, എന്നിട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നുണ പറയുവാന്ന് വരുത്തി തീർക്കാനും ശ്രമിച്ചു എന്ന് പറയും. അന്നേരം രേവതി, അത് ചെയ്തത് നമ്മളല്ലേ മോളെ, അവൾ പാത്രം മാറ്റി വെച്ചെന്നേ അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ മാറ്റി വെച്ചിട്ടാണേലും അവൾ നമുക്കല്ലേ പണി തന്നെ, അതിന് അവൾക്ക് ശിക്ഷ കൊടുക്കണം അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന അനാമികയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.